ഡേ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അതോ നമ്മളെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ? പക്ഷെ എന്താണെങ്കിലും കേട്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെ കുളിര് കയറുക കേട്ടോ. കാരണം ഇതുപോലുള്ളൊരു നരാധമൻ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്ന് കേൾക്കുന്ന അത്രയും സന്തോഷം ഈ ലോകത്ത് ജനങ്ങൾക്ക് വേറെ ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതായത് നമ്മുടെ ഇസ്രായേലിന്റെ നരാധമനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. 6 വിരലുകൾ എങ്ങനെ വന്നു? സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പൊടിപൊടിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 ദിവസം ആകാൻ പോവുകയാണ്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറാനെ അങ്ങോട്ട് പൂട്ടിക്കെട്ടി ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നരാധമനായിട്ടുള്ള ഡ്രാക്കുള ട്രംപും മനുഷ്യജീവനെ വില കൽപ്പിക്കാത്ത മനുഷ്യ ഇറച്ചി തിന്നുന്ന നെതന്യാഹു എന്ന് പറയുന്ന ചീവീടും കൂടെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ 8ന്റെ പണിയാണ് നമ്മുടെ ഇറാൻ ഈവന്മാർക്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സഖ്യരാഷ്ട്രങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി എന്ന് പറയുന്ന ആ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്ന ഈ വേട്ടാവളിയന്മാർ ഇപ്പം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാൻ വിടുന്ന ഓരോ മിസൈലും കൃത്യമായി അത് പതിക്കേണ്ടടുത്ത് കൃത്യമായി പതിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇപ്പം ഈ യുദ്ധം തുടങ്ങി 10-20 ദിവസം കഴിയുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഈ ഡ്രാക്കുള അല്ലെങ്കിൽ ഈ നരാധമൻ, ഈ നരഭോജി ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല. 2 ദിവസമാണ് ഈ പറയുന്നവനെ മാധ്യമങ്ങളിൽ കണ്ടത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇവനെ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിൽ നിന്നും വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ആണ് ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ സാത്താന്റെ സന്തതിയെ തീർത്ത് കളഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. ഇവന്റെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. 6 വിരലുകളാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ഈ നെതന്യാഹു അവനെ കാണുന്നില്ല എന്ന് അലമുറയിട്ട് കരയുന്ന ആളുകൾക്ക് നെതന്യാഹുവിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്നാൽ ആ വീഡിയോ വ്യാജമാണെന്നാണ് പറയുന്നത്. അതായത് ആ വീഡിയോ ഒരു AI നിർമ്മിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് സാത്താന്മാർക്കുള്ളതായിരിക്കും. അപ്പൊ സാത്താന്റെ ഈ സന്തതി ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചു, ഈ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പോലും നെതന്യാഹുവിനെ കുറിച്ചിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും ജീവനോട് ഉണ്ടോ എന്ന് പറയാൻ പോലും ഇസ്രായേൽ മടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭീരുത്വം എന്ന് നമ്മൾ പറയത്തില്ലേ, പേടിച്ച് വിറച്ച് ഏതോ മാളത്തിൽ കയറി ഇരിപ്പാണെന്നാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ ഇറാൻ സ്ഥിരീകരിക്കുന്നത് കൃത്യമായി ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അവനിരിക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രദേശം തന്നെ ഇല്ലാതാക്കി. കൂട്ടത്തിൽ ഇവന്റെ അനിയനും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി അടക്കം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണെങ്കിലും നമുക്കത് ഈ സഹോദരൻ പറയുന്ന ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നിരന്തരമായി പ്രചരിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു. നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിൻ്റെ സഹോദരനും അതോടൊപ്പം ഇസ്രായേലിലെ ഒരു മന്ത്രിയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് ഇറാനിയൻ മാധ്യമങ്ങളാണ്. അതിനുശേഷം ഒരുപാട് ആളുകൾ ആ വാർത്ത ഏറ്റെടുത്തു. എന്നാൽ നെതന്യാഹുവിനൊന്നും സംഭവിച്ചിട്ടില്ല, അത് വെറും വ്യാജമായ വാർത്തകളാണ് എന്ന് പറയുന്നതിനപ്പുറം അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയാലറിയാം, നെതന്യാഹുവിനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പബ്ലിക്കിൽ, അതായത് പൊതുമധ്യത്തിൽ കാണുന്നത് കുറവാണ്. അത്തരത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടോ? നെതന്യാഹുവിന് എന്താണ് സംഭവിച്ചത്? ഈ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ബാക്കിയോടൊപ്പുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നെതന്യാഹു 2 ദിവസങ്ങൾക്ക് മുമ്പ് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായത്. എന്നാൽ ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയായി. ചർച്ചയാവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആ വീഡിയോയിൽ സംസാരിക്കുന്നത് നെതന്യാഹു അല്ല എന്നും നേരെ മറിച്ച് അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI നിർമ്മിത വീഡിയോ ആണ് എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. അത് പറയാനുള്ള കാരണവുമുണ്ട്. ആ വീഡിയോയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നെതന്യാഹുവിന് 5 അല്ല, നേരെ മറിച്ച് 6 വിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് നിരവധി പല്ലുകൾ, ഒരുപാട് പല്ലുകൾ നെതന്യാഹുവിൻ്റെ വായിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു AI നിർമ്മിത വീഡിയോ ആണ് എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിലെ ചില വീഡിയോകൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാം. Watch out. This video is a complete fake. And here is the proof from Zekai Video Check. First, look closely at his hands on the podium. The AI completely failed, leaving severely deformed, melting fingers. Next, check the face.
the lip sync is totally off, and the algorithm glitches inside his mouth and teeth. Finally, the lighting is completely unnatural, digitally rendered rather than shot on a real camera. Don't fall for this deepfake. ഈ വീഡിയോയിൽ പറയുന്നത് നെതന്യാഹുവിൻ്റെ ലിപ്സിങ്ങും അതോടൊപ്പം ആ സൗണ്ടും തമ്മിൽ ഒരുപാട് മിസ്മാച്ച് ഉണ്ടെന്നാണ്. മാത്രമല്ല അതിനകത്ത് 6 വിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ഡിജിറ്റലി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് വഴി ചെയ്തെടുത്ത ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണെന്നും അതോടൊപ്പം വായിനകത്ത് നിരവധി പല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വീഡിയോ പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് നെതന്യാഹുവിൻ്റെ ആ ഒരു കയ്യിലുള്ളത് 5 അല്ല, നേരെ മറിച്ച് 6 വിരലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്കാണ്, AI നിർമ്മിത വീഡിയോ ആണ് എന്ന് എല്ലാവരും കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ഇതിൽ നിന്നും നെതന്യാഹു ജീവനോടെ ഇല്ല, നേരെ മറിച്ച് കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ മറുപടി പറയാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നോക്കിനി അഥവാ നെതന്യാഹു കൊല്ലപ്പെട്ടിരുന്നാൽ പോലും അതിൻ്റെ കൃത്യമായ ഉത്തരം പറയാൻ ആ ഭരണകൂടം ഒരിക്കലും തയ്യാറാകില്ല. ഇസ്രായേലിൽ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ആ ഒരു ഭവിഷ്യത്തുകൾ, അതിൻ്റെ ആഘാതം, അതിൻ്റെ നഷ്ടങ്ങൾ പുറം ലോകം അറിയരുത് എന്ന് ഇസ്രായേൽ ഭരണകൂടവും നെതന്യാഹുവും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിന് വലിയ നാണക്കേടാണ്. ഇത്രയധികം അയൺഡോം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ വീമ്പിളക്കിയ ആ രാജ്യം ഇങ്ങനെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഓരോന്നായി തകർന്നു വീഴുമ്പോൾ അതിൻ്റെ നാണക്കേട് പറയേണ്ടതില്ലല്ലോ. അതിനേക്കാൾ അപ്പുറം ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി, അവിടുത്തെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇനി അഥവാ നെതന്യാഹു കൊല്ലപ്പെട്ടാൽ പോലും ആ വാർത്ത എങ്ങനെയെങ്കിലും പരമാവധി പുറത്തു കടക്കാതെ ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി അഥവാ ഈ ഒരു ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ അതിനേക്കാളേറെ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരണത്തോട് മല്ലടിച്ചാണ് നെതന്യാഹു കടന്നു പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ പലപ്പോഴും കാണിക്കുമ്പോഴും അതെല്ലാം വെറും ഫേക്കാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുറേ സംഖ്യകളും കൃസംഖ്യകളും ഒക്കെ വരാറുണ്ട്. എത്ര തന്നെ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവറ്റകൾക്ക് തലയിൽ കയറില്ല. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. നോക്കി, ഞാനിനി നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെയും വാർത്തകൾ ഞാൻ സൈഡിൽ കൊടുക്കാം. അതും കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയൊന്നുമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി നെതന്യാഹുവിനുണ്ടായ രോഗവിവരങ്ങളെക്കുറിച്ച്, നെതന്യാഹുവിന് നടത്തിയ ഓപ്പറേഷനുകളെക്കുറിച്ച്, സർജറികളെക്കുറിച്ച് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ജൂലൈ 20 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വാർത്തയാണ് അവർ പുറത്തുവിട്ടത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു രാജ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പലപ്പോഴും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അയാൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങളും വളരെയധികം കൃത്യതയോടുകൂടിയാണ് നിരീക്ഷിച്ച് അവിടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. ആ സമയങ്ങളിൽ നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് നെതന്യാഹു അസുഖബാധിതനായിക്കൊണ്ട് ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. ലോക പോലീസ് ചമഞ്ഞ് നടന്ന ഈ വൃത്തികെട്ട നരാധമൻ ഇപ്പോ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പോലും പറഞ്ഞു കൊടുക്കുന്നില്ല ഈ ഇസ്രായേൽ ഭരണകൂടം. എന്താണെങ്കിലും ഇത് ലോകമെമ്പാടും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. യുദ്ധം തുടങ്ങി ഇത്രയും ദിവസമായിട്ട് ഈ പറയപ്പെടുന്ന പിശാചിന്റെ സന്തതിയെ പുറം ലോകത്തേക്ക് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളോട് പോലും സംവദിക്കാൻ ഈ വൃത്തികെട്ട നരാധമൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നുള്ളത്. എന്തായാലും ചൊറിഞ്ഞത് അത് ഒരു വല്ലാത്തൊരു ചൊറിച്ചിലായി പോയി. ഇനി ഈ ചൊറിച്ചിൽ തീർത്തു കൊടുക്കുന്നതും ഇറാൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നത നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണാധികാരി വെളിപ്പെടുത്തിയിരിക്കുന്നതും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.